പോളോ ഏതാ മോഡൽ? 2012 മോഡലാണ്. 12 ആണ്. ട്രെൻഡ് ലൈൻ ആണ്. ഡീസൽ ആയിരിക്കും. ഡീസലാണ്. കുറ്റമായിട്ട് എനിക്കൊന്നും പറയാനില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഡീസൽ ആണല്ലേ? ഡീസലാണ്. 15 മാഗ്നയാണ്. ഓ അടിപൊളി. ഇത് ഡീസലാണ് കേട്ടോ. ഓടിയതോ? കിലോമീറ്റർ ഓടിക്കുന്ന 93,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. വില വരുന്നത് നമ്മൾ 3,60,000 രൂപ. 3,60,000 കൊടുക്കാം. 17 വണ്ടി, ഒരു സെഡാൻ വണ്ടി 3,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. VXI ആണ്. ഓട്ടോമാറ്റിക്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരും. 12 ഇതിന്റെ 4 ടയർ പുതിയതാണ്. മാറ്റിയിട്ടുള്ളൂ, ഓടിയിട്ടില്ല. അടിപൊളി. അലോയ് വീൽസ് ഉണ്ട്. ഇത് 1 ടൺ ഇത് 1 ടൺ ആണ്. ഓട്ടോമാറ്റിക് വരുമ്പോൾ 1 ടൺ ആണല്ലോ. XV ആണ് ഓപ്ഷൻ വരിക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ, കാര്യമായ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാത്തത്, അതായത് നല്ല വൃത്തിയുള്ള വണ്ടികളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് വണ്ടികളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡീസൽ വണ്ടികളും കൂടി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഡീസൽ വണ്ടികളാണ്. അതുപോലെ തന്നെ ഈ ഒരു കിടക്കുന്ന വണ്ടികളുടെയൊക്കെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100% അടിപൊളിയാണ്. ആ കാര്യത്തിൽ നിങ്ങൾ കുറ്റം പറയില്ല, ആരും പറയില്ല. കാരണം എല്ലാ വണ്ടികളും ആ ഒരു വൃത്തിക്ക് തന്നെ നിൽക്കുന്നത്. പിന്നെ കമ്പാരിറ്റീവ്ലി എല്ലാം ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടികളുമാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് കേട്ടോ. അതായത് കൊടുവള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഓട്ടോ വെഞ്ചർ സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് കൊടുവള്ളി എന്നാണ് പറയുക. ആ ഹൈവേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ഷോറൂം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നല്ല വണ്ടികൾ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം കളയണ്ട. അപ്പോൾ എന്തായാലും ബ്രോ, വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നല്ല വണ്ടികൾ കാണിച്ചു കൊടുത്താലോ? നല്ല വണ്ടികൾ കാണിച്ചു കൊടുക്കാം. പിന്നെ എല്ലാം അത്യാവശ്യം ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഇൻട്രോയിൽ പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ ആ ഒരു ക്വാളിറ്റി എന്തായാലും എല്ലാത്തിനും ഉണ്ടല്ലോ. എടുത്തോണ്ട് പോകുന്ന ഒരാൾ പോലും ബുദ്ധിമുട്ടില്ല. 4 വർഷം നമുക്ക് ഷോറൂം തുടങ്ങി, അതുവരെ ഒരു നെഗറ്റീവ് കാര്യം ഉണ്ടായിട്ടില്ല. അതെ. പിന്നെ ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസ് ഉണ്ട്. ഇപ്പൊ ഒരു 5,000 10,000 നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും യൂസ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും വൃത്തിയുള്ള കംപ്ലൈന്റ് ഇല്ലാത്ത നല്ല വണ്ടികൾ നോക്കി വാങ്ങാം. അപ്പൊ എന്തായാലും കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തോട്ടോ. അപ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ഒരു ഡാർക്ക് എഡിഷൻ തുടങ്ങാം അല്ലേ? ഡാർക്ക് എഡിഷൻ തുടങ്ങാം. അപ്പോൾ വിവേക് ബ്രോ, നമുക്ക് ആദ്യത്തെ വണ്ടി തന്നെ ഒരു കിടിലൻ സാധനം കാണിച്ചു കൊടുക്കാം അല്ലേ? ടാറ്റ നെക്സോൺ ആണ്. EV ആണ്. ഡാർക്ക് എഡിഷൻ EV ആണ് അല്ലേ? ഡാർക്ക് എഡിഷൻ EV ആണ്. ഇത് ഓടിയതൊക്കെ എത്ര ബ്രോ? 36,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നിലവില് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് കമ്പനിയിൽ. മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതെ. നമുക്ക് നിലവിൽ വാറണ്ടി ഉണ്ട്. അത് ബാറ്ററിക്ക് ആണെങ്കിൽ 8 വർഷം വാറണ്ടി നോർമലി കമ്പനി പറയുന്നുണ്ട്. ഇനിയിപ്പോ വെഹിക്കിൾ വാറണ്ടി ആണെങ്കിൽ 1 ഇയർ 25 വരെ വാറണ്ടി ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഓവറോൾ നല്ല ക്ലീൻ ആണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തന്നത്. പിന്നെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? അതെ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല? ഒന്നുമില്ല. അന്ന് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ബ്ലാക്ക് എഡിഷനിൽ. ഡാർക്ക് എഡിഷനിൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണിത്. പിന്നെ അപാകതകളൊന്നുമില്ല. ടയറും കൂടി കാണിച്ചില്ല. ടയറും അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ ഉണ്ട് കേട്ടോ. പിന്നെ കസ്റ്റമേഴ്സിനാണെങ്കിലും നമുക്ക് എക്സ്റ്റൻ വാറണ്ടി പിന്നെ എടുക്കും ചെയ്യാം. 25 കഴിഞ്ഞതിന് ശേഷം എക്സ്റ്റൻ വാറണ്ടി നമുക്ക് എടുക്കും ചെയ്യാം. എന്താ പ്രൈസ്? നമുക്ക് 12,90,000 രൂപയാണ് നമ്മൾ വില ഇട്ടേക്കുന്നത്. 12,90,000 വില ഇട്ടേക്കുന്നത്. ഓക്കെ. നെഗോഷ്യബിൾ ആവൂലേ? നെഗോഷ്യബിൾ നോക്കിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് 20ന്റെ അടുത്ത് വില വന്നിട്ടില്ലേ? അതെ. 18,60,000 രൂപ ഇങ്ങനെ ഓൺ റോഡ് റേറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ 12 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു EV ഓൾമോസ്റ്റ് ഒരു 300 സംതിങ് കിലോമീറ്റർ റേഞ്ചും കിട്ടും അല്ലേ? അതെ. നോയിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ ആ നെക്സോൺ ആണെങ്കിലോ? നെക്സോൺ ആണെങ്കിൽ അത് 2021 മോഡലാണ്. 21 മോഡലാണ്. XM ആണ്. XM എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ് കേട്ടോ. അതെ. 21 മോഡല് മിഡിൽ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ന്യൂ ഷേപ്പ് തന്നെയാണ്. ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയർ ഉണ്ട്. ഇത് എത്ര ഓടിയിട്ടുള്ളത്? ഇത് 24,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 24 അല്ലേ? അതെ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. നിലവിൽ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ഫിൽഡ് ആയിട്ട് തന്നെ വരും. അപ്പോൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം ചെറുതായിരുന്നു, അത് മാറ്റി വലിയ ഒരു 15 സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വണ്ടി സർവീസും ഉണ്ട്. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. ഇതിന് കിലോമീറ്റർ 20 സംതിങ് അല്ലേ? 24,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് നമുക്ക് എന്താ പ്രൈസ് എത്രയാ? 7,10,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. എത്ര? 7,10,000 കൊടുക്കാം. അടിപൊളി. അതായത് 21 XM വണ്ടി നിങ്ങൾക്ക് 7,10,000 രൂപയ്ക്ക് എടുക്കാം. അതും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇനി ഈ എക്സ്പ്രസ് ആണെങ്കിലോ ബ്രോ? എക്സ്പ്രസ് 2021 മോഡലാണ്. 21 ഓൾമോസ്റ്റ് പുതിയ വണ്ടി തന്നെയാണ് അല്ലേ? ഓടിയതോ? കിലോമീറ്റർ 20,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 20,000 കിലോമീറ്റർ. അതുപോലെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ. വണ്ടി നീറ്റ് ആണ്. ഈ കറക്റ്റ് ഒക്കെ കൊടുക്കാമല്ലോ അല്ലേ? അതെ. ഇത് വേരിയന്റ് VXI VXI പ്ലസ് ആണ്.
VXI പ്ലസ് അതെ അതെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ അല്ല, നമുക്ക് ഫുള്ളിന്റെ തൊട്ട് താഴെയുള്ള ഏകദേശം എല്ലാം ഇല്ലേ. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കമ്പനി എങ്ങനെയാണോ ഇറക്കി വിട്ടത് അത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 4,35,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 4,35,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 21 വണ്ടി. 21 വണ്ടിയാണ്. ഓക്കെ, 4,35,000 രൂപയ്ക്ക് 21 വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അധികം വണ്ടികളുടെ ഒന്നും ലോൺ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഓൾമോസ്റ്റ് ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതെ അതെ. ഇനിയിപ്പോ ചെറിയ വണ്ടി യോണ് അതുപോലെ എക്സ്പ്രസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ്, ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. അതെ അതെ അതെ, അതായത് 1 ലക്ഷത്തിന്റെ ഉള്ളിൽ കയ്യിൽ കൊണ്ടുവന്ന ഇറക്കി കൊണ്ടുപോവാം. ഇനി ഇതാണെങ്കിലോ, ടിയാഗോ ആണെങ്കിൽ 2018 XZ ആണ്. 18 XZ. അന്ന് ഇറങ്ങിയതിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓപ്ഷൻ വണ്ടിയാണ്. ബോഡി വൈസ് ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല നീറ്റ് ആണ് വണ്ടി. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ. ഓടിയതോ കിലോമീറ്റർ 24,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. അതെ അല്ലേ? അതെ. ഹിസ്റ്ററി എടുത്തുകൂടെ നമുക്ക്? ഹിസ്റ്ററി എടുക്കാം. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി, സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളുണ്ട്. സീറ്റൊക്കെ ആ ഒരു ഫാബ്രിക് ആണ്. സീറ്റ് മാത്രമേ ചെയ്യാത്തുള്ളൂ കവർ ചെയ്യാത്ത. അതെ അതെ അതെ. ഇത് നമുക്ക് ഇപ്പൊ എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 4,45,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 18 ഫുൾ ഓപ്ഷൻ വണ്ടി 4,45,000 അല്ലേ? എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനുള്ള കുറച്ച് കൊടുക്കണ്ടോ? റേറ്റ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? ഇനി ഇതാണെങ്കിലോ, ഓൾട്ടോണൂർ ആണെങ്കിൽ 2020 മോഡലാണ്. 20 ആണ്. ഓ, ലാസ്റ്റ് വണ്ടി അല്ലേ? അതെ, ലാസ്റ്റ് വണ്ടി. അതായത് നല്ല ന്യൂ ഷേപ്പ് വണ്ടിയാണ്, നല്ല വൃത്തിയുണ്ട് കേട്ടോ, കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല. ബോഡി വൈസ് എല്ലാം നല്ല വൃത്തിയുണ്ട്. ഓടിയതോ? കിലോമീറ്റർ 52,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 52. അത് നമുക്ക് ഹിസ്റ്ററി എടുത്ത് കൊടുത്തൂടെ? അതെ അതെ അതെ. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതെ അതെ അതെ. ഇന്റീരിയർ നോക്കിക്കോട്ടെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ നല്ല വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ മ്യൂസിക് സിസ്റ്റം ഒക്കെ സാധാ സാധനമാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. ഇതിന് നമുക്ക് എത്രക്ക് കൊടുക്കാൻ പറ്റും? പ്രൈസ് കൂടി കേട്ടെ. നമുക്ക് 3,45,000 രൂപയാണ് നമ്മൾ നിലവിൽ വില ഇട്ടേക്കുന്നത്. 3,45 അല്ലേ? എന്നൊക്കെ പറഞ്ഞാൽ 20 വണ്ടിയല്ലേ? 20 വണ്ടി. അതെ അതെ. കിലോമീറ്റർ 52,000 കിലോമീറ്റർ. ഹിസ്റ്ററി കൊടുക്കാം, എല്ലാം കൊടുക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇതുപോലെ നമുക്കൊരു 60 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റിൽ മാക്സിമം നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? ബ്രോ, നമുക്ക് നല്ലൊരു പോളോയും കൂടി കാണിച്ചു കൊടുത്താലോ? അതെ അതെ അതെ. പോളോ ഏതാ മോഡൽ? 2012 മോഡലാണ്. 12 ആണ്. ട്രെൻഡ് ലൈൻ ആണ്. ഡീസൽ ആയിരിക്കും. ഡീസലാണ്. കിലോമീറ്റർ 83,000 കിലോമീറ്റർ ആണ്. മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതെ, വണ്ടി നല്ല വൃത്തിയുണ്ട്. 12 ആണെങ്കിലും പിന്നെ വേറെ കാര്യമായ അപാകതകളായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അലോയിലൊക്കെ ചെയ്താലേ? അതെ അതെ അതെ. അലോയിൽ എക്സ്ട്രാ അഡീഷണൽ നമ്മൾ ചെയ്തതാണ്. ഇന്റീരിയറും മോശമൊന്നുമില്ല. ഒരു സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട്. മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല. 100%. പിന്നെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ നോർമലാണ്. അതൊക്കെ എന്തായാലും 12 വണ്ടിയിൽ ഉണ്ടാവും. അതെ അതെ അതെ. പിന്നെ എന്താ വില ചോദിക്കുന്നത്? വില നമ്മൾ 3,10,000 രൂപയാണ് വില ചോദിക്കുന്നത്. 3,10 അല്ലേ? 3,10 ആണ് വില. 2012 മോഡൽ. ഓക്കെ, നെഗോഷ്യബിൾ ആവൂലേ? നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഓട്ടോ വെഞ്ചറിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് എല്ലാ ഡിസ്കൗണ്ടോട് കൂടി വണ്ടി എടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു അമേസും കൂടി കാണിച്ചു കൊടുത്താലോ? അതെ. അമേസ് 2014 മോഡല് 14 VX ഡീസൽ ആണ്. VX ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ ആണ്. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ക്ലീൻ ആണ്. ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. കുറ്റമായിട്ട് എനിക്കൊന്നും പറയാനില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഡീസൽ ആണല്ലേ? ഡീസൽ ആണ്. എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 96,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 96,000. അത് KL 13 രജിസ്ട്രേഷൻ ആണ്. കണ്ണൂർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പൊ നിലവിലുള്ളത്. ഈ ഹിസ്റ്ററി കിട്ടുമോ നമുക്ക്? ഹിസ്റ്ററി കിട്ടും അല്ലേ? അതെ അതെ. പിന്നെ ഡീസൽ വണ്ടി, അതും ഒരു 25 കിലോമീറ്ററിനടുത്ത് മൈലേജ് കിട്ടുന്ന സെഡാൻ വേണമെങ്കിൽ ഇത് തന്നെ എടുക്കേണ്ടി വരും അല്ലേ? അപകടങ്ങൾ വേറെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഡീസൽ ആയതുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടോ? കംപ്ലൈന്റ് ഒന്നുമില്ല. പിന്നെ ഹോണ്ട ആയതുകൊണ്ട് അത്ര പേടിക്കണ്ട. എന്താ വില? വണ്ടി നമ്മൾ വില ഇട്ടേക്കുന്നത് 4,35,000 രൂപയാണ് വില ഇട്ടേക്കുന്നത്. 4,35 നല്ല നീറ്റ് വണ്ടി കേട്ടോ. അതായത് ഒരു കുഴപ്പമില്ലാത്ത ഏറ്റവും ഫുൾ ഓപ്ഷൻ സെക്കൻഡ് ഫേസ് വന്ന വണ്ടിയാണ് കേട്ടോ. ഇനി ഈ i20 ആണെങ്കിലോ? i20 2015 മോഡൽ മാഗ്നയാണ്. 15 മാഗ്നയാണ്. ഓ, അടിപൊളി. ഇത് ഡീസലാണ് കേട്ടോ. അതെ. ഓടിയതോ? കിലോമീറ്റർ ഓടിക്കുന്നത് 93,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 93 ജെന്യൂൻ കിലോമീറ്റർ ആണ്. അതെ അല്ലെ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതായത് i20 ഇപ്പോ എന്താ പറയാ, ഡീസൽ വണ്ടി സംഭവം അടിപൊളിയാട്ടോ. നല്ല ഓടിക്കാനൊക്കെ നല്ല രസമാണ്. ഇതിന്റെ ഇന്റീരിയർ കാണിച്ചു തരാം. ഇത് മാഗ്നയാണെങ്കിലും സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം എല്ലാവിധ ഫീച്ചേഴ്സും വരും. പിന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്കയാണ്. ഓക്കെ, നല്ല ക്ലീൻ വണ്ടി. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. പ്രൈസ് കൂടി എത്രയാ? നമ്മള് 5,20,000 രൂപയാണ് വില ഇട്ടേക്കുന്നത്. 5,20,000 കൊടുക്കാം. 15 വണ്ടി, അതും ഡീസൽ. അടിപൊളി കേട്ടോ. 2015 മോഡൽ ഡീസൽ വണ്ടി 5,20,000 രൂപ. i20 നോക്കിക്കോളൂ.
ഇനി ഇതാണെങ്കിലോ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ടിഗോർ ആണ്, ഡീസൽ. ഡീസൽ ടിഗോർ. അതെ അതെ. മോഡലോ 2017 മോഡലാണ്. 17 വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്. XT ആണ്. XT. അതെ. അതായത് ഫുൾ ഓപ്ഷന്റെ നേരെ താഴെ ഉള്ള വണ്ടി. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല അല്ലേ? വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ, കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡീസൽ അല്ലേ? ഇത് ഡീസലാണ്. ഓട്ടത്തിൽ പറഞ്ഞേ നമുക്ക് കിലോമീറ്റർ വരുന്നത് 1,00,000 കിലോമീറ്റർ ആണ്. 1 ലക്ഷം ഓടി ഉണ്ട് അല്ലേ? 18 അത്യാവശ്യം ഓടിയിട്ടുണ്ട്. 17 അല്ലേ? പിന്നെ ഒരു നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതെ. സംഭവം ഓവറോൾ വണ്ടി നല്ല വൃത്തിയുണ്ട്. പിന്നെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ? അതെ. ഡീസൽ വണ്ടിയാണ്. നമുക്ക് എന്തായാലും 20ന്റെ മുകളിലേക്ക് മൈലേജും പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും കിട്ടും. ഇത് ശരിക്കും ഇപ്പൊ ഏതാ മോഡല്? അല്ല, വില വരുന്നത് നമ്മൾ 3,60,000 രൂപ. 3,60,000 കൊടുക്കാം. 17 വണ്ടി, ഒരു സെഡാൻ വണ്ടി 3,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. വണ്ടി അത്യാവശ്യം ഓവറോൾ നല്ല വൃത്തിയുണ്ട്. ഇനി ഇതാണെങ്കിലോ? അതുപോലെ നമുക്കിപ്പോ പുതിയ വന്നതാണ് വേഗണർ ആണ്, ഓട്ടോമാറ്റിക് ആണ്. 17 മോഡല് വേഗണർ ഓട്ടോമാറ്റിക്. ഒന്ന് പോളിഷ് ചെയ്യാണ്ട് അല്ലേ? അതെ, ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. വണ്ടി ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അതെ, മെക്കാനിക്കൽ എല്ലാം ചെക്കപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വേറെ മെയിൻ ക്ലാസ് മാത്രം എന്തോ ഒബ്ജക്ട് എന്തോ വീണിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ഒന്നും അല്ല അല്ലേ? അതെ. അതുപോലെ തന്നെ ഇവിടെ ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയർ ഒക്കെ ഇത് VXI ആണ് കേട്ടോ. VXI ഓട്ടോമാറ്റിക്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരും. ഓട്ടോമാറ്റിക്കും കൂടിയാണെന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? അതെ. ഇത് മോശമില്ലാത്തൊരു മൈലേജും കിട്ടൂലേ? മൈലേജും കിട്ടും. ഇത് നമുക്ക് എന്താ പ്രൈസ് എത്രയാ? നമുക്ക് 4,60,000 രൂപയാണ് നമ്മൾ വില ഇട്ടേക്കുന്നത്. 4,60,000 അല്ലേ? 4,60,000. ഇപ്പൊ ഓൾറെഡി സർവീസും കഴിഞ്ഞിട്ടുണ്ട്. 40,000 രൂപ, 40,000 കിലോമീറ്ററിന്റെ സർവീസ് ഇപ്പൊ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 40 ഇപ്പൊ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. നല്ല എന്തായാലും വൃത്തിയുള്ളൊരു വാഗണർ. അത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ നേരത്തെ കാണിച്ച സെയിം സാധനം ടിഗോർ പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ അല്ലേ? പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്. ഏത് വേണമെന്ന് നോക്കിയെടുക്കാം, തീരുമാനിക്കാം. ഇത് കുറച്ചും കൂടി വൃത്തിയുണ്ട്. ഇത് 2016 മോഡലാണ്. XE ആണ്. XT ആണ് അല്ലേ? XE ബേസ് മോഡലാണ്. ബേസ് മോഡലാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ് അല്ലേ? വേറെ അപാകതകൾ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 62,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 62,000. എക്സ്ട്രാ നമ്മള് സ്റ്റീരിയോ ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനം ഉണ്ട്. അതായത് 4 ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, അതുപോലെ തന്നെ സീറ്റ് കവർ, സ്റ്റിയറിംഗ് കൺട്രോൾ ഒഴിച്ച് ബാക്കി എല്ലാം വരുന്നുണ്ട്. സെപ്പറേറ്റ് ചെയ്തതാണ്. അതെ. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു XT ആയല്ലോ. അതെ, XT ഓപ്ഷനിലായി വണ്ടി. അതെ. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടിയാണ്. 16 മോഡൽ പെട്രോൾ വണ്ടി. ഇത് ഓടിയത് എത്രയാ? കിലോമീറ്റർ 62,000 കിലോമീറ്റർ. 62,000. എന്താ വില? 3,60,000 കൊടുക്കാം. 3,60,000 അല്ലേ? ഓക്കെ, 3,60,000 രൂപയ്ക്ക് എന്തായാലും നല്ല ക്ലീൻ ഒരു ടിഗോർ പെട്രോൾ വണ്ടി എടുക്കാം. ഇനി ഇവിടെ ഒരു വാഗണറും കൂടി ഉണ്ടല്ലോ. അതെ, ഇത് 2012 മോഡലാണ്. 12 ആണ്. അതെ. 12 ഇതിന്റെ 4 ടയർ പുതിയതാണ്. മാറ്റിയിട്ടുള്ളൂ, ഓടിയിട്ടില്ല. അടിപൊളി. ഇന്റീരിയർ കാണിച്ചു തരാം. ഇത് VXI അല്ലേ? VXI ആണ്. 16 അല്ലേ പറഞ്ഞേ? 12 മോഡൽ. 12 മോഡൽ VXI. അതെ. ഈ വണ്ടി പോകുമ്പോ ചിലപ്പോ ഒന്നും പറയുന്ന ക്ലിയർ ആവുന്നില്ല. പിന്നെ 12 മോഡൽ VXI ആട്ടോ. പക്ഷെ ഇത് 12 എന്ന് പറയുമ്പോ എന്താ പറയാ, നല്ല വൃത്തിയുണ്ട്. ഇനിയിപ്പോ അടുത്ത സർവീസ് 79,000 കിലോമീറ്ററിലാണ്. ഇപ്പൊ നിലവിൽ ഓടിയേക്കുന്ന 75,000 കിലോമീറ്റർ. 75,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, കറക്റ്റ് ഹിസ്റ്ററിയും കൊടുക്കാം അല്ലേ? ഹിസ്റ്ററിയും കൊടുക്കാം. എന്തായാലും 12 വണ്ടി ലോ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റുമോ? നമുക്കൊരു 2,80,000 രൂപയ്ക്ക് കൊടുക്കാം. 280. അത് എന്തെങ്കിലും കുറയാണ്ടാവൂലേ? ചെറിയ മാറ്റങ്ങൾ വരുത്തും. നമുക്ക് എന്താ വെച്ചാൽ വീഡിയോ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ ചെറിയ മാറ്റം കൂടെ വരുത്തി കൊടുക്കാം അല്ലേ? ഓക്കെ, ഇനി ഇവിടെ സെലേറിയോ ഉണ്ട്. ഈ സെലേറിയോ ആണെങ്കിലോ? സെലേറിയോ 2015 മോഡൽ VXI ആണ്. VXI ആണ്. ഓക്കെ, 15 VXI വണ്ടിയാണ്. പെട്രോൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആട്ടോ. എല്ലാവിധ സംഗതികളുണ്ട്. സീറ്റ് കവർ ഒന്ന് വൃത്തിയാക്കിയാൽ ഒന്നുകൂടി വൃത്തിയാവില്ല വണ്ടി. സീറ്റ് കവറൊക്കെ ഇപ്പൊ ചില്ലറ പൈസക്ക് സാധനം കിട്ടും. ഇത് ഓടിയിട്ട് എത്ര ബ്രോ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ ആണ്. 70 ഓടിയിരിക്കുന്നത്. അടിപൊളി. 70,000 ഓടിയിട്ടുള്ളൂ. 15 അല്ല പറഞ്ഞ? 15 മോഡൽ VXI. വലിയ ഓട്ടം പറയാനില്ല അല്ലേ? ഇല്ല. ഇതും K സീരീസ് എഞ്ചിനാണ്. മൈലേജ് കിട്ടും. നമുക്കൊരു 20 മൈലേജോളം എന്തായാലും. എന്താ വില? നമ്മൾ വില ഇട്ടേക്കുന്നത് 3,60,000 രൂപയ്ക്ക്. 360. 360 നല്ല അടിപൊളി ഒരു സെലേറിയോ ഉണ്ട്. അത് നിങ്ങൾ മിസ് ചെയ്യണ്ട. നമ്മൾ OLX ഇട്ട് വില നമുക്ക് മാക്സിമം കസ്റ്റമർ ഒരു 3,40 റേഞ്ചിനൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? ബ്രോ, ഈ ഇയോൺ ആണെങ്കിലോ? 2014 മോഡലാണ്. 14 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്.
ഓടിയതോ കിലോമീറ്റർ 62,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 62 അല്ലേ? അതെ അതെ. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 14 മോഡലിൽ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുത്തൂടെ? വില കുറച്ച് കൊടുക്കും. അതായത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി മാഗ്ന പ്ലസ് അല്ലേ? മാഗ്ന പ്ലസ്. അതെ അതെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടി. സീറ്റ് കവർ ഇന്റീരിയർ മോശമൊന്നും പറയാനില്ല, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 14 വണ്ടി ഇത്രയും വൃത്തി ഉണ്ടല്ലോ അല്ലേ? അതന്നെ വലിയ ഇതിന്റെ മെയിൻ ക്ലാസ് എന്തോ ഒബ്ജക്ട് എന്തോ വീണ്ടും മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമല്ല. ബോണ്ട് മാറിയില്ല അല്ല, ബോണ്ട് ഒന്നും മാറിയിട്ടില്ല, മെയിൻ ക്ലാസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 2,20,000 രൂപയ്ക്ക്. 2,20,000 അല്ലേ? 14 വണ്ടി 2,20,000 രൂപ. അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ വീഡിയോ കണ്ടിരുന്നു എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് റേറ്റിൽ തരാൻ പറ്റുന്ന റേറ്റിൽ നിങ്ങൾക്ക് വണ്ടി തരും. പിന്നെ നമ്മൾ ഇത്രയും സമയം കൊണ്ട് നമ്മൾ ലോണിന്റെ കേസ് പറഞ്ഞിട്ടേ ഇല്ല. ലോണിന്റെ കേസ് ഒക്കെ നമുക്കൊരു 80 രൂപ, ഇയോണൊക്കെ ആണെങ്കിൽ നമുക്കൊരു 50 രൂപ റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെന്റ്, 1,00,000 രൂപയുടെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അതെ അതെ. അപ്പൊ എന്തായാലും നോക്കിക്കോട്ടെ നിങ്ങൾ ഇയോൺ വേണ്ടവര്. ഇതിലും ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയ വേറൊരു 7 സീറ്റർ ഇല്ല. ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? 2014 മോഡലാണ്. 14 ഇത് ഓടിയതൊക്കെ എത്രയാ? കിലോമീറ്റർ 55,000 കിലോമീറ്റർ ഓടി. 55,000 ജെനുവിൻ ആയിരിക്കും അല്ലേ? അതെ അതെ, ജെനുവിൻ ആണ്. പിന്നെ എന്താ പറയാ, വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വണ്ടിയാണ് കേട്ടോ. അതായത് ഗോ പ്ലസ് അല്ലേ? ഗോ പ്ലസ്. വേറെ ആക്സിഡന്റ് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. 55,000 ആണ്, ജെനുവിൻ ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ, നീറ്റ് ആണല്ലേ? ഓക്കെ. അതേപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 2,60,000 രൂപയാണ് നമ്മൾ വില ഇട്ടേക്കുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ 2,60,000 അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് മുതലാട്ടോ, അത് നിങ്ങൾ ഒഴിവാക്കണ്ട. 2,60,000 ആ വണ്ടി എടുക്കാം. അത് ഏകദേശം ഫുൾ ഓൺ ഒക്കെ കയറും അല്ലേ? ഇതാണെങ്കിലോ? ഇതാണ് 2012 ZDI ആണ്. ZDI ആണ്. അതായത് 12-ലെ പിന്നെ ഏറ്റവും മോഡൽ അല്ല, ഡീസലില് ഫുൾ ഓപ്ഷനിൽ വരുന്ന SX4 ആണ്. നല്ല മൈലേജ് കിട്ടും, അതാണ് ഇതിന്റെ ഒരു ഗുണം. പിന്നെ 18-20 എന്തായാലും കിട്ടും അല്ലേ? മൈലേജ് കിട്ടും. ZDI എന്ന് പറയുമ്പോൾ അന്ന് വന്ന എല്ലാ ഓപ്ഷൻസും ഉള്ള ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. നിലവില് 1,50,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതെ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. ഒരുവിധം എല്ലാവിധ സാധനങ്ങളും ഇതിനകത്ത് ഇപ്പോൾ വരുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 2,20,000 രൂപയ്ക്ക് കൊടുക്കാം. 2,20,000 കൊടുക്കാം അല്ലേ? അടിപൊളി. ഡീസൽ വണ്ടിയാണ്. വേറെ അപാകത്തൊന്നുമില്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും. സാധനം ക്ലീൻ അല്ലേ? ക്ലീനാ. ഓക്കെ. ധൈര്യമായിട്ട് കൊണ്ടുപോകാട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്യണ്ടേ, ഡീസൽ വണ്ടി പഴയതൊക്കെ എടുക്കുമ്പോൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരു TUV ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ഡീസലാ? അതെ, ഡീസലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് TUV ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് ലേശം കളറൊക്കെ സെപ്പറേറ്റ് ഉണ്ട് അല്ലേ? അല്ല, ഒന്ന് വാഷ് ചെയ്ത് നീറ്റ് ആക്കാനുണ്ട്. നമ്മളിപ്പോ വന്നിട്ടേ ഉള്ളൂ വണ്ടി. അല്ല, ഈ ഒരു ക്രോം പോലെ, ക്രോം അല്ല, എക്സ്ട്രാ അഡീഷണൽ ചെയ്തതാണ് അവര്. ഒരു കോപ്പറിന്റെ സാധനം കേട്ടോ. രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ടയർ ഭാഗങ്ങളും മോശമില്ല. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 2017 മോഡലാണ്. ഇതിപ്പോ നിലവിൽ എത്ര കിലോമീറ്റർ ഓടി? 78,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 78,000 കിലോമീറ്റർ ഓടിയ ഡീസലിലെ ഓട്ടോമാറ്റിക്. എനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷൻ തോന്നുന്നു. T8 ആണ്. T8 ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെയാണല്ലേ? നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആട്ടോ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? ഇല്ല. ഇത് നമുക്ക് എന്താ പ്രൈസ്? നമുക്ക് 6,50,000 രൂപ ഇട്ടേക്കുന്നത്. റേറ്റ് നോക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? 6.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് T8 ഏറ്റവും ഫുൾ ഓപ്ഷൻ. പിന്നെ എന്താ പറയാ, ഇതൊരു ക്രോം സംഭവങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൊളിച്ചു കളയാൻ പറ്റും. ഇത് വണ്ടി ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അതുകൊണ്ടാണ് കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. ഈ ഓട്ടോമാറ്റിക് വണ്ടി വേണ്ടവര് നമുക്ക് എന്തായാലും 2 ലോ ബഡ്ജറ്റ് വണ്ടികളും കൂടി കാണിച്ചു കൊടുക്കാം. ഒരു വാഗണർ ഇവിടെ കിടക്കുന്നത് 2010 മോഡലാണ്. 10 ആണ്. ഓക്കെ. 10 ആണെങ്കിലും നല്ല വൃത്തിയാണ് കേട്ടോ വണ്ടി. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല. ഓവറോൾ എല്ലാവിധ ഫീച്ചേഴ്സും വരും. LX ചെയ്യാൻ തോന്നുന്നു. ഇത് ഓടിയതൊക്കെ എത്രയാ? കിലോമീറ്റർ 82,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റ് പ്രശ്നങ്ങളൊന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 1,90,000 രൂപയ്ക്ക് കൊടുക്കാം. 190 അല്ലേ? അതുപോലെ തന്നെ ഈ ഐറ്റം ഐറ്റം 2011 മോഡലാണ്. സ്പോർട്സ് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. നിലവിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഐറ്റം ആണെങ്കിൽ നമുക്ക് 1,75 കൊടുക്കാം. 1,75 1,90 അല്ലേ? അതെ. ഈ ഐറ്റം AC കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. 4 ഡോർ പവർ വിൻഡോയും ഒക്കെ എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും വാഗണർ നിങ്ങൾക്ക് ഒരു 1,90,000 രൂപയ്ക്കും കൊടുക്കാം. ഐറ്റം ആണെങ്കിൽ 1,75,000 രൂപ 70,000 കൊടുക്കാം അല്ലേ? ഓക്കെ. 2 വണ്ടി നോക്കിക്കോട്ടെ, മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇന്നോവ ആണ്. ഇത് നമുക്കിപ്പോ വന്നിട്ടേ ഉള്ളൂ വണ്ടി. വന്നിട്ടേ ഉള്ളൂ. ഇത് മോഡൽ ഏതാ? 2015 മോഡൽ G3 ആണ്. അതെ. അത് ബേസ് വേരിയന്റ് ഒക്കെ വേണമെങ്കിൽ പറയാം. ബേസിന്റെ തൊട്ട് ഓരോ മോഡലുള്ളതാണ്. അതെ. ഇതിന്റെ ഇന്റീരിയർ മോശമൊന്നുമില്ല. ഇത് റിയ അല്ലേ? അതെ. സെൻട്രൽ ഇവന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരാത്തേ ഉള്ളൂ. G4 കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അതെ. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. 1,86,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇപ്പൊ നിലവില്.
പിന്നെ ഈ കിലോമീറ്റർ ജെനുവിനാന്ന് പറയാൻ പറ്റുമോ? അതെ, കിലോമീറ്റർ ജെനുവിനാണ്. ഹിസ്റ്ററി കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ വണ്ടി ഓവറോൾ വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഈ ഒരു ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ വന്നിട്ടേ ഉള്ളൂ, ഒന്ന് വാഷ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ ഓവറോൾ വണ്ടിക്ക് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ടയർ ഭാഗങ്ങളും ഉണ്ട്. അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ്? നമുക്ക് 8,25,000 രൂപയ്ക്ക് കൊടുക്കാം. 15 വണ്ടി G3. ഓക്കെ, 8,25,000 രൂപയ്ക്ക് ഉണ്ട് കേട്ടോ. അതും ഇന്നോവ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. വന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ടെറാനോ ആണ്. ടെറാനോ ഏതാ മോഡല്? ടെറാനോ 2017 മോഡലാണ്. 17 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. അതായത് ഡീസൽ അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട. ഇത് അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. അതുപോലെ ടൈമിംഗ് ബെൽറ്റ്, ഇഞ്ചക്ടർ വർക്ക് കാര്യങ്ങളെല്ലാം കമ്പനിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും മോഡൽ ഏതാ? മോഡൽ 2017 ആണ്. 17 അല്ലേ? അതെ, ഇത് പീരിയോഡിക്കലി ടൈമിംഗ് ബെൽറ്റ് മാറ്റും. അതെ. കിലോമീറ്റർ അങ്ങനെ തന്നെ ചെയ്തു അല്ലേ? അതെ, ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ 83,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിക്കുന്നത്. ഓ, അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? ശരിക്കും 83 ഇതൊന്നും മാറ്റേണ്ട കാര്യമില്ല. പീരിയോഡിക്കലി മാറിയതല്ലേ? ഓക്കെ. അലോയ് വീൽസ് ഉണ്ട്. ഇത് 1 ടൺ? ഇത് 1 ടൺ ആണ്. ഓട്ടോമാറ്റിക് വരുമ്പോൾ 1 ടൺ ആണല്ലോ? XV ആണ് ഓപ്ഷൻ വരിക. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എന്താ പ്രൈസ്? നമുക്ക് 7,10,000 രൂപയ്ക്ക് 7,10. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വൃത്തിയുള്ള ഒരു വണ്ടി 7,10,000 മാക്സിമം കുറച്ച് തരും. ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാം, അത് മറക്കരുത്. എന്തായാലും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഓട്ടോ വെഞ്ചറിൽ ഇത്രയും സമയം കാണിച്ച ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ റോഡ് സൈഡാണ്, നല്ല വണ്ടീൻ്റെ ബഹളമാണ്, സൗണ്ടും എടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ബ്രോ അയച്ചു തരും. അപ്പോൾ എന്തായാലും മിസ് ചെയ്യണ്ട. നല്ല വണ്ടി വേണ്ടവർ അവസരങ്ങൾ കളയരുത്. മാക്സിമം അയച്ചു കൊടുക്കണം. ഡീറ്റെയിൽ ഇനിയിപ്പോൾ വഴി അറിയില്ലെങ്കിൽ നമുക്ക് ലൊക്കേഷൻ ചെയ്ത് കൊടുക്കാം. വഴി അറിയാനൊന്നുമില്ല, ഹൈവേ ആണ്. താമരശ്ശേരി റോഡിൽ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ താമരശ്ശേരി റോഡിൽ സൗത്ത് കൊടുവള്ളി അത്രേ ഉള്ളൂ. വേറെ ഒന്നും നോക്കാനില്ല. അപ്പം എന്തായാലും നേരെ പോലെ നല്ല വണ്ടികൾ നോക്കുന്നവർ അവസരങ്ങൾ കളയേണ്ട. ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും